ലീഫ്. സെക്യൂരിറ്റി. ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മള് വീഡിയോയില് പുതിയ ആൾക്കാരൊക്കെ വന്നിട്ട് അതെന്താന്നൊന്നും മനസ്സിലാകുന്നില്ലെന്ന് നോക്കി നിക്കാണ്. ഇമ്പോസ്റ്റർ ചാലഞ്ച്. നമ്മളെ മുമ്പിൽ നമുക്ക് കുറെ ലോട്ടുകൾ ഉണ്ടാവും. അതിൽ നിന്ന് നമ്മള് ലോട്ടില് ഇപ്പൊ ഒന്ന് ഇമ്പോസ്റ്ററും ബാക്കി മൂന്നെണ്ണം ബാക്കി എന്തെങ്കിലും ഒരു വേർഡ് വായിക്കും. ഇപ്പൊ കാറാണെങ്കിൽ കാർ നയിക്കും. അപ്പൊ ഈ നമ്മള് ഇമ്പോസ്റ്റർ കിട്ടിയ ആൾക്ക് അറിയൂല നമുക്ക് കാറാ കിട്ടിയതെന്ന്. അത് ആ ആൾക്ക് മനസ്സിലാവരുത്. ഇമ്പോസ്റ്ററിന് മനസ്സിലാവാത്ത രീതിയിലുമാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ പറയും. ആ വേർഡ് എന്താണെന്നുള്ളത് നമ്മൾ പറയുകയും ചെയ്യരുത്. അതാണ് ചലഞ്ച്. ഇമ്പോസ്റ്റർ ആണെങ്കിൽ നമ്മൾ ഇമ്പോസ്റ്റർ, ഞാനിപ്പോ ഇമ്പോസ്റ്റർ ആണെന്ന് വെച്ചാല് ഞാൻ പറഞ്ഞു കൊടുക്കാം ഞാൻ ഇമ്പോസ്റ്റർ ആണെന്നുള്ളത് തെളിയിക്കല്. വേറെ എന്തെങ്കിലും പ്രൂവ് എന്തെങ്കിലും വാക്കുകൾ പറഞ്ഞിട്ട് ഇമ്പോസ്റ്റർ അല്ലാന്ന് തെളിയിക്കാം. അതാണ് ചലഞ്ച്. മനസ്സിലായോ? മനസ്സിലായോ? അതാണ് ചലഞ്ച്. അപ്പൊ നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഞങ്ങൾക്ക് 3-ആൾക്കും 4-ആൾക്കും ഓരോ ലോട്ട് കിട്ടിക്കുന്നത്. ഒന്ന് ചിരിച്ചേ. ഒറ്റ ഫോട്ടോയില് കിട്ടൂല. ആദ്യം ഞാൻ പറയാം. ഗ്രീൻ. പച്ച. ആ സാധനത്തിന്റെ ആ വേർഡ് പറയരുത് കേട്ടോ. പ്രകാശ സംശ്ലേഷണം. ആ ഓക്കെ. റോഡ്. വണ്ടി പോകുന്ന റോഡ്. റോഡ് സൈഡ്. ട്രീ. ഗാർഡൻ. ലീഫ്. ലീഫ് വെച്ച ഇല. കൊമ്പ്. അപ്പൊ നമുക്ക് ഇമ്പോസ്റ്റർ പറഞ്ഞാലോ? റൗണ്ട് കൂടി പോട്ടെ. ഒരു റൗണ്ട് കൂടി പോടോ. ഒരു റൗണ്ട് കൂടി പോ. യെല്ലോ. ഗ്രീൻ പറഞ്ഞ റോസ്. വേര്. ബ്രൗണ്. നമുക്ക് ഇമ്പോസ്റ്റർ ആരാന്ന് അറിയാം. മിന്നുനെ ചിന്നുനെ മിന്നുനെ എനിക്ക് രണ്ടെണ്ണോ എല. എനിക്ക് ഇമ്പോസ്റ്റർ അല്ല. എനിക്ക് എലാണ് വേർഡ്. ഇങ്ങനെ ലീഫ് അറിയാ. ലീഫ് പറയരുത്. ഇനി റോഡ് സൈഡ് നടപ്പോ റോഡ് നടപ്പോ ഞാൻ വിചാരിച്ചു വണ്ടി എങ്ങനെ വിചാരിച്ചപ്പോ പോയിന്ന്. ഞാൻ കിട്ടിയത് ലീഫ് അതിനും. അപ്പൊ നമുക്ക് നേരെ അടുത്ത റൗണ്ടിലേക്ക് പോവാം. അമ്മീ പറഞ്ഞു. അങ്ങനെ നോത്തല്ലേ ഓള് കാണുമോ? ഞാൻ നോക്കട്ടെ. ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്യണ്ട. ഉപ്പ തുടങ്ങണം. എന്താന്ന് വെച്ചാ പറയും. ഒരു വാക്കേ പറയാ കേട്ടോ. രോമം. വാൾ. ചുമര്. ക്യാറ്റ്.
ഹോൾ ഹോൾ. ഇത് റൗണ്ട് പോരെ? ഇല്ല അല്ല ഇനി വേണം ആണോ? ഒന്നുകൂടെ ആണോ? ഡോർ. ഫാൻ. വേഗം കഴിയുന്നു. ബെഡ് ബെഡ്. സോഫ നമുക്ക് ആരാന്ന് കണ്ടുപിടിക്കാം. റെഡി 1 2 3 സ്റ്റാർട്ട്. ഞാൻ എനിക്ക് ഓളി എങ്ങനെ ഉണ്ടാവും എനിക്ക് പിന്നെ അവസാനം എനിക്ക് ഇങ്ങനെ വീട് ഉപകരണം പറഞ്ഞപ്പോ പിന്നെ ഉണ്ടാണല്ലേ പക്ഷെ ഞാൻ വിചാരിച്ചു കുറച്ച് പേരുണ്ട് എനിക്ക് മനസ്സിലാവും. ആദ്യം എനിക്ക് മനസ്സിലാവും. മനസ്സിലായില്ല പൊട്ടനായിരുന്നു ഞാൻ. രോമന്തോ പൂച്ച ഗർന്നൊക്കെ പറഞ്ഞ പൂച്ച ഞാൻ ചുമര് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായില്ല. പിന്നെ മനസ്സിലായി. പിന്നെ സോഫ ഇതന്നെയാണെന്നൊക്കെ പറഞ്ഞേ. എന്താ പ്ലാസ്റ്റിക് വേണം തോന്നിയോ അപ്പൊ ഇതിലേക്ക് ഞാൻ തോന്നി കള്ളലക്ഷണ ജന്മനുള്ളതാ. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ട്. അപ്പൊ എനിക്ക് ഒരു മാർക്കാണേ. കണ്ണു ഉപ്പ കണ്ടൊന്നും തോന്നില്ല. അടി എടുത്തെടുത്ത് വെറുതെ പണിയാവാല. ചിനി പറയാ ആദ്യം. ചിനി ആദ്യം പറയണ്ടി. റൂം. കിച്ചൺ. അല്ല അല്ല ഞാനാ. യൂണിഫോം. വട്ട്. ഡോക്ടർ. എന്താ പറയാ? കാർ. കാർ. ഞാനല്ലേ? ആംബുലൻസ്. പേഷ്യന്റ്. ഓ ഞാൻ പറയാൻ വിചാരിച്ചു നഴ്സ്. വേണ്ട ഒരു റൗണ്ട്. ഈ റൗണ്ട് മതി. ഞാനത് മനസ്സിലാക്കുന്നു. പോവാ ഈ റൗണ്ട് മാണോ? ഇനി പറയേണ്ട ആവശ്യമല്ല. റെഡി 1 2 3 സ്റ്റാർട്ട്. ഞാനൊന്നും പറയണ്ടല്ലോ. കിച്ചണൊക്കെ പറഞ്ഞപ്പോ കാറും കിച്ചണൊക്കെ പറഞ്ഞപ്പോ പോയി. പ്രാന്താശുപത്രി. പ്രാന്താശുപത്രി ഇങ്ങോ? അല്ല റൂമൊക്കെ ഉണ്ട്. എന്റെ കാറ് കേട്ടപ്പോളെ കാറ് മറ്റേ കിച്ചണൊക്കെ കേട്ടപ്പോളെ കിട്ടുന്നില്ല പറയാന്. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിൽ. കണ്ണു മേടിക്കണം ഇപ്പൊ അങ്ങനല്ല. അടിക്ക് ഇപ്പോൾ തരുമ്പോ അതാ അതാണല്ലേ ഞാൻ പറയണ്ടേ. മെഡിസിൻ. പോലീസ്. നേരെ കയറി. ക്രൈം. ആംബുലൻസ് പറഞ്ഞു. ജയില്. ജയില്. എന്താ പേ? ഞാൻ പറയാം ഇനി പറയാനല്ല സാധനല്ലോ. പറയാ ഇനി സാധനം ഇല്ലാത്ത സാധനേക്ക് എന്ത് പറയീ? വേണ്ട ഞാൻ തന്നെ പറഞ്ഞോളാം. കൊറേ ടൈം എടുക്കണ്ടോ? പറയാ ഡ്രഗ്സ്. ഒഫൻസ്.
സെക്യൂരിറ്റി. പൊടി. അപ്പൊ നമുക്ക് ചെയ്യാം. അല്ല ഞാനാദ്യം പോലീസ് പറഞ്ഞപ്പോ സംശയിക്കും. ആംബുലൻസ് സെക്യൂരിറ്റി ആംബുലൻസ് ഒക്കെ പറഞ്ഞപ്പോ ഞാൻ ആംബുലൻസ് ബോധം പോയി ആംബുലൻസ് എടുത്തോണ്ടല്ലോ. പോലീസ് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇതാക്കിയത് ജയിലാണ്. ജയിലിൽ ആംബുലൻസ് വരിക. നമുക്ക് നേരെ അടുത്ത റൗണ്ടിലേക്ക് പോവാം. കുലുക്കിടി അങ്ങനെ കുലുക്കില്ലേ? ആദ്യം മിന്നല്ലോ അറിയാള്. ഞാനല്ല ഞാൻ അറിയണ്ട്. നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഞാൻ കാണില്ല. ബ്ലാക്ക്. ബ്ലാക്കോ? ബീഫ് ബിരിയാണി. അതിന്റെ അടുത്ത് മെഹന്തി. മുല്ല. ബ്ലൂ മൂൺ നൈറ്റ്. ഇത് മതി, ഇത് ധാരാളം മതി. അപ്പൊ നമ്മൾ കേസ് ജയിക്കുമല്ലേ? ഇനി ഈ കേസ് ജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പും. പക്ഷെ ജയിക്കാനായാലും തോൽക്കാനായാലും ഇത് മതി. എന്തെങ്കിലും മതിയല്ലോ. ഇത് എന്താണെന്ന് ഇപ്പൊ ആരോട് ചോദിക്കാൻ? വെൽക്കം ഡ്രിങ്ക്. സ്റ്റേജ്. ഗോൾഡ്. ഒരൗണ്ട് കൂടി പോട്ടോ. ക്രൗഡ്. ആൾക്കാര്. കൊറേ ആൾക്കാര്. ശരിയാ. ബീഫ് സുർബിയാൻ. എന്ത്? ബീഫ് സുർബിയാൻ. ബസ്. ഞാനല്ല, എന്റെ ഗർഭം ഇങ്ങനല്ല. ഓലൊക്കെ നോക്കി ഓലെ നോക്കുന്നത് നല്ല ഓഡിറ്റോറിയം. ഓഡിറ്റോറിയം. അപ്പൊ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാം. ഇതെന്താ പണിയായെന്ന് അറിയോ? ഞാനേ ഫസ്റ്റ് പറയേണ്ടി എന്ത് പറഞ്ഞാലും പോയതാവും. അപ്പൊ കളർ പറഞ്ഞാ കല്യാണ കിട്ടിയത്. മാരേജ്. അപ്പൊ ഞമ്മക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. ഇത് ഞാൻ മൊയന്തായി. ഫസ്റ്റ് തന്നെ മനസ്സിലായി. ബ്ലാക്ക് പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി. അങ്ങോട്ടും കൊണ്ട് പോണ്ടേ. ഉപ്പ നോക്കുന്ന അങ്ങനെ എന്ത് പറഞ്ഞാലും ഞാൻ പിന്നെ എനിക്ക് മനസ്സിലായി കല്യാണം. അതാ നിങ്ങൾ സംശയം തോന്നാൻ ബ്ലൂ മൂൺ നൈറ്റ് ഒക്കെ പറഞ്ഞത്. ബ്ലാക്ക് പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അത് ശരിയാണ്. രണ്ടെണ്ണം കിട്ടിയില്ലല്ലോ. രണ്ടെണ്ണം എടുത്തുക്കോ. ഇപ്പൊ രണ്ടെണ്ണം എടുത്തുക്കോന്ന്. രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ നമ്മൾക്ക് ഞാനറിയണ്ടി. നിങ്ങളെ അവസ്ഥ അറിയേണ്ടി. നേരെ ഇരിപ്പേ. ബസ്. ആളുകൾ. ആളുകൾ. ബ്ലാക്ക്. ഹൈവേ. കോഴിക്കോട്. പീഡിയ. വൈറ്റ്. അല്ല ലൈറ്റ്. ഓട്ടോറിക്ഷ. മാർക്കറ്റ്. സാധനങ്ങൾ. സാധനങ്ങൾ. നോൺ സ്റ്റോപ്പ്. ഇനി പറയാ ഇമ്പോസ്റ്റ്. അല്ല കഴിഞ്ഞില്ലല്ലോ. ഒന്നും മതിയോ? മതിയോ? എന്നായിക്കോട്ടെ. എടി 1 2 3 സ്റ്റാർട്ട്. ഞാനല്ല എന്റെ തൊള്ളാലെ കയ്യൊക്കെ ഞാൻ
സാധനങ്ങൾ നോക്കാം മാർക്ക് റോഡ് മേലൊക്കെ സാധനങ്ങൾ കൊണ്ടുപോയി കിട്ടിയില്ലല്ലോ ഇമ്പോസ്റ്റർ ഇല്ല.